മകളെ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മോണോട്ടോൺ സബ്സീക്വൻസ് തിയറവും ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറത്തെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറവും മോണോട്ടോൺ സബ്സീക്വൻസ് തിയറവും പഠിക്കുന്നതിന് മുന്നേ സബ്സീക്വൻസ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു സീക്വൻസ് തന്നിരിക്കുന്നു. ലെറ്റ് us given a sequence x equal to xn of real numbers. ഇതിൻ്റെ സബ്സീക്വൻസ് പറഞ്ഞാൽ ശരിക്കും ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ടേംസ് തന്നെയായിരിക്കും. ടേംസിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാതെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമ്പിൾ 1 നോക്കാം. എക്സ് ഈക്വൽ ടു 1/n ഒരു സീക്വൻസ് ആണ്. 1, 1/2, 1/3 എക്സെട്ര. എക്സ് ഡാഷ് ഈക്വൽ ടു 1/2n എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ 1/2, 1/4, 1/6 അത് ഈവൻ ടേംസാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിലുള്ള പൊസിഷൻ 1/2 കഴിഞ്ഞിട്ട് തന്നെയാണ് 1/4 സീക്വൻസിൽ വരുന്നതെങ്കിൽ അതേ പൊസിഷൻ കീപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. എക്സ് ഡബിൾ ഡാഷിലേക്ക് നോക്കിയാൽ ഫസ്റ്റ് ടേം 1 വന്നു, 1/3 വന്നു, പിന്നീട് 1/2 വരിക. പക്ഷേ സീക്വൻസിൽ 1/3ക്ക് മുന്നിലാണ് 1/2. പക്ഷേ ഇവിടെ എക്സ് ഡബിൾ ഡാഷിൽ എഴുതിയിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് എക്സ് ഡബിൾ ഡാഷ് സബ്സീക്വൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്സീക്വൻസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് പൊസിഷനെ ചേഞ്ച് ചെയ്യാതെ ചെയ്യണം. ഇനി അതിനെ തിയറട്ടിക്കൽ പറയുന്നത് ഒരു സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സബ്സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ആൻ മോണോട്ടോൺ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് വേണം. n1 n2 എക്സെട്ര nk എന്ന് പറയുന്നത്. ആ നമ്പേഴ്സ് സഫിക്സായിട്ട് വരുന്ന ടേംസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സബ്സീക്വൻസ്. അതായത് എക്സ് ഡാഷ് ഈക്വൽ ടു xnk given by xn1, xn2, xn3 എക്സെട്ര. ഇതിനെയാണ് സബ്സീക്വൻസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ n1ൻ്റെ വാല്യൂ x1 ആവാം, വേണമെങ്കിൽ xn1 ഈക്വൽ ടു x1 ആവാം. അപ്പോൾ n1ൻ്റെ വില 1 ആവാം. അപ്പോൾ n1ൻ്റെ ചാൻസ് ഒന്നുമില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1ന് ശേഷമുള്ളത് എടുക്കാം. n2ൻ്റെ പ്രത്യേകത n1ന് 1 കൊടുത്താൽ n2ന് പിന്നെ 2 എടുക്കാം, അല്ലെങ്കിൽ 2ന് ശേഷമുള്ളത്. ഇപ്പോൾ n1 ഈക്വൽ ടു 10 ആണെങ്കിൽ പിന്നെ n2ന് ഒരിക്കലും നമുക്ക് 9 അതിന് മുന്നുള്ളത് എടുക്കാൻ പറ്റില്ല. n2ൻ്റെ വാല്യൂ 10ന് ശേഷമുള്ളത് മാത്രം എടുക്കാം. അതാണ് സബ്സീക്വൻസിൻ്റെ കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ എക്സ് ഡബിൾ ഡാഷ് എന്നുള്ള എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത് 1, 1/3, 1/2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീക്വൻസ് എന്ന് പറയുന്നത് 1, 1/2, 1/3, 1/4 എക്സെട്രയാണ് ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ അതിനകത്ത് 1/3ക്ക് ശേഷം 1/2 ആണ് നമ്മൾ എക്സ് ഡബിൾ ഡാഷിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആക്ച്വൽ സീക്വൻസിൽ 1/2ന് ശേഷമാണ് 1/3. ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് എക്സ് ഡബിൾ ഡാഷ് എന്തല്ലാതായി മാറുന്നത്, ഒരു സബ്സീക്വൻസ് അല്ലാതായിട്ട് മാറുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഈക്വൽ ടു 2n, 2n. അപ്പോൾ അതിനകത്ത് എക്സ് ഡാഷ് ഈക്വൽ ടു 2/3n, അതായത് 3യുടെ പവേഴ്സ് വരുന്നത് 2 ക്യൂബ്, 2/6, 2/9 എക്സെട്ര. അപ്പോൾ ഈ സബ്സീക്വൻസിൽ ഫസ്റ്റ് ടേം 2 ക്യൂബാണ്. പക്ഷേ അത് സീക്വൻസിൽ അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ തേർഡ് 1 ആണ്. അപ്പോൾ n1 ഈക്വൽ ടു 3. ഇനി അടുത്ത് 2/6 ആണ് എക്സ് ഡാഷിലെ സെക്കൻഡ് ടേം. അത് ആക്ച്വലി അതിലെ 6th ടേമാണ് ഒറിജിനൽ സീക്വൻസിലെ. അപ്പോൾ n2 ഈക്വൽ ടു 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇനി ഒരു നോട്ട് നോക്കാം. ടെയിൽ എന്ന കൺസെപ്റ്റ് നമുക്കറിയാം. ഫസ്റ്റ് ടെയിൽ പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന് ശേഷം വരുന്ന ടേംസ്. സെക്കൻഡ് ടെയിൽ പറഞ്ഞാൽ സെക്കൻഡിന് ശേഷം വരുന്ന ടേംസാണ്. അപ്പോൾ ഈ ടെയിൽ ഇറ്റ്സെൽഫേ ഒരു സബ്സീക്വൻസ് ആയിരിക്കും. പക്ഷേ സബ്സീക്വൻസ് എന്താവണം നിർബന്ധമില്ല, ടെയിൽ ആവണം. ഇപ്പോൾ mth ടെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് m+1th ടേം മുതലുള്ള സീക്വൻസിലെ ടേംസ് എഴുതുക. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ടേം സബ്സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ n1 ഈക്വൽ ടു m+1 ആയിരിക്കും, n2 ഈക്വൽ ടു m+2 ആയിരിക്കും, എക്സെട്ര വരും. ഓക്കെ, അപ്പോൾ അത് എവരി ടെയിൽ ഈസ് എ സബ്സീക്വൻസ് ബട്ട് കോൺവേഴ്സ് നോട്ട് ട്രൂ. ഇപ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞ എക്സാമ്പിളിൽ ഫസ്റ്റ് എക്സാമ്പിളിൽ എക്സ് ഡാഷ് ഈക്വൽ ടു 1 ഈവൻ ടേംസ് എടുത്ത് വിചാരിക്കുക. അത് ടെയിലല്ല, പക്ഷേ സബ്സീക്വൻസ് ആണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്, ഒരു തിയറാണ്. ഒരു സീക്വൻസ് കൺവേർജസ് ടു എ പോയിൻ്റ് എക്സ് ആണെങ്കിൽ, അതായത് xn ടെൻസ് ടു എക്സ് ആണെങ്കിൽ എല്ലാ സബ്സീക്വൻസും അതിലേക്ക് തന്നെയായിരിക്കും പോവുക. എവറി സബ്സീക്വൻസ് കൺവേർജസ് ടു ദ സെയിം പോയിൻ്റ്. ഓക്കെ, സപ്പോസ് xn ടെൻസ് ടു എക്സ് ആൻഡ് എപ്സിലോൺ > 0 ഗിവൺ ആണ്. ബൈ ദ ഡെഫിനേഷൻ ഓഫ് ദി കൺവേർജൻസ് നമുക്ക് എന്താ അറിയാം, ദർ എക്സിസ്റ്റ് k അല്ലേ. ഒരു പർട്ടിക്കുലർ ഏജിൽ മോഡ് xn - x മസ്റ്റ് ബി ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k of എപ്സിലോൺ അല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, n1 എന്തായാലും 1നേക്കാൾ കൂടുതലായിരിക്കും, n2ന് 2 2ലേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ nk എന്ന് പറയുന്നത് kയേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, നമുക്ക് റിസൾട്ട് കിട്ടും. അതായത് മോഡ് xnk - x ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി nk ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ദാറ്റ് k ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു k of എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായി.
ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല, വളരെ ഈസിയാണ്, ഡയറക്റ്റ് തന്നെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ തിയറം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ തിയറം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ എവറി സബ് സീക്വൻസ് കൺവേർജസ് ടു ദ സെയിം പോയിൻ്റാണ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട 3.44 എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എക്സ് എൻ എക്സിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിക്കുക. എക്സ് എൻ ബി എ സീക്വൻസ് വിച്ച് ഡസ് നോട്ട് ടെൻസ് ടു എക്സ് പറഞ്ഞ അർത്ഥം ഏതോ ഒരു സബ് സീക്വൻസ് പ്രശ്നം ഉണ്ടാവും എന്നാണ്. എക്സ് എൻ എക്സിലേക്ക് പോയാൽ എല്ലാ സബ് സീക്വൻസും എക്സിലേക്ക് പോകുന്ന അർത്ഥം. എക്സ് എൻ ഡസ് നോട്ട് ടെൻസ് ടു സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാക്കുന്നത് എക്സ് എന്നിൻ്റെ ഏതോ ഒരു വൺ ഓഫ് ദ സബ് സീക്വൻസ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് ടെൻസ് ടു എക്സ്. ഇനി ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം അതും എക്സും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടേണ്ടത്, പക്ഷേ അല്ലാന്ന് വരും. അപ്പോൾ കണ്ടീഷൻ 1ഉം 3ഉം ആണ് മനസ്സിലോർത്ത് വയ്ക്കേണ്ടത്. എക്സ് എൻ ഡസ് നോട്ട് ടെൻസ് ടു എക്സ് മീൻസ് ദർ ഈസ് എ സബ് സീക്വൻസ് എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ കെ and epsilon naught greater than 0 such that mod x and k minus x is greater than or equal to epsilon naught for all k element of n. അപ്പോൾ ഈ തേർഡ് കണ്ടീഷനും ഫസ്റ്റ് കണ്ടീഷനും ഓർത്ത് വയ്ക്കണം ഈ തിയറത്തിൽ. പ്രൂഫ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇനിയുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു റിസൾട്ടാണ് ഡൈവേർജൻറ്റ് ക്രൈറ്റീരിയ. അതായത് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ റിസൾട്ട് പഠിച്ചു. മൊണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് മൊണോട്ടോണിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ഡൈവേർജൻറ്റ് ക്രൈറ്റീരിയ നമ്മളോട് പറയുന്നത് ഒരു സീക്വൻസ് കൺവേർജൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചാൻസാണ്. ഒരാൾ കൺവേർജൻ്റ് അല്ല പറഞ്ഞാൽ ഐദർ ഇറ്റ് ഈസ് അൺബൗണ്ടഡ്, ഒന്നല്ലെങ്കിൽ അൺബൗണ്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് സബ് സീക്വൻസിന് ഡിഫറെൻറ്റ് ലിമിറ്റ് ആയിരിക്കും. ഇറ്റ് ഹാസ് 2 സബ് സീക്വൻസ് വിത്ത് ഡിഫറെൻറ്റ് ലിമിറ്റ്സ് എന്നാണ്. ഓക്കെ, അതാണ് ഡൈവേർജൻറ്റ് ക്രൈറ്റീരിയ. മിക്കവാറും എക്സാമിന് സ്റ്റേറ്റ് ഡൈവേർജൻറ്റ് ക്രൈറ്റീരിയ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ് ഈക്വൽ ടു -1 റേസ് ടു n ഡൈവേർജൻ്റ് ആണ്. ക്ലിയർലി ഇറ്റ് ഈസ് ബൗണ്ടഡ് because its supremum is 1 and infimum is -1, but note that it is oscillating. If you choose the even terms എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 2n 1 1 1 1 ആയിരിക്കും. അതിൻ്റെ ഓഡ് ടേംസ് എന്ന് -1 റേസ് ടു 2n + 1 അല്ലെങ്കിൽ 2n - 1 എടുക്കാം. -1 -1 -1. So you got 2 subsequence. First term is the constant sequence 1 and second subsequence is the constant sequence -1. But you know every constant sequence is converges to itself. അതിലേക്ക് തന്നെ പോവുക. അപ്പോൾ ഫസ്റ്റ് എക്സ് ഡാഷ് എവിടേക്ക് ടെൻഡ് ചെയ്യുക? 1ലേക്ക് ടെൻഡ് ചെയ്യും. എക്സ് ഡബിൾ ഡാഷ് ടെൻസ് ടു -1. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഡൈവേർജൻറ്റ് ക്രൈറ്റീരിയ പ്രകാരം -1 റേസ് ടു n ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിച്ചേക്കാം, പ്രൂവ് ദാറ്റ് എക്സ് ഈക്വൽ ടു -1 റേസ് ടു n ഈസ് ബൗണ്ടഡ് ബട്ട് നോട്ട് കൺവേർജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദിസ് ഐഡിയ, ഡൈവേർജൻറ്റ് ക്രൈറ്റീരിയ ഐഡിയ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, പലപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് എക്സ് ഈക്വൽ ടു 1 1/2 3 1/4 5 1/6. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ടേം 3 ആണ്, അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് 5 ആണ്, അപ്പോൾ ഏഴാമത്തെ ടേം 7 ആണ്. അതായത് ഈ 3 5 7 1 3 5 ഓഡ് ടേംസ് 1 3 5 7 എക്സെട്രയാണ്. അപ്പോൾ ഈ ഓഡ് ടേംസ് ഒരു സബ് സീക്വൻസ് ആണ്. ഓഡ് ടേംസിൻ്റെ സീക്വൻസ് അൺബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു 1 3 5 എക്സെട്ര ഈസ് എ സബ് സീക്വൻസ് ഓഫ് എക്സ് വിച്ച് ഈസ് അൺബൗണ്ടഡ്. ഒരു മോൻ തന്നെ അൺബൗണ്ടഡ് ആണെങ്കിൽ സീക്വൻസ് മസ്റ്റ് ബി അൺബൗണ്ടഡ്. അപ്പോൾ ഈ സീക്വൻസ് ഒരു അൺബൗണ്ടഡ് സീക്വൻസ് ആണ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല. കാരണം എവരി കൺവേർജൻ സീക്വൻസ് ഈസ് ബൗണ്ടഡ് ആണ്. അപ്പോൾ അൺബൗണ്ടഡ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല. ഓക്കെ, ഇതുപോലെ തന്നെയാണ് സൈനൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ടുള്ള സാധനമാണ്. അതിനകത്ത് ഒരു കൺസ്ട്രക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു റിസൾട്ടാണ് പ്രസിദ്ധമായ തിയറമാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റനാണ്, പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ തിയറമല്ല ആക്ച്വലി ചോദിക്കുക, ബോൾസാനോ വേസ്ട്രസ് തിയറം എന്ന് പറഞ്ഞ തിയറമാണ് നമുക്ക് സാധാരണ ചോദിക്കാറ്. അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റനാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബോൾസാനോ വേസ്ട്രസ് തിയറം എന്ന് പറയുന്ന തിയറമുണ്ട്. ഓക്കെ, അപ്പോൾ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്വൻസ് മോണോട്ടോണോ അല്ലാതെയൊക്കെ ഇരിക്കും, പക്ഷേ എന്തായാലും അതിനൊരു സബ്സീക്വൻസ് ഉണ്ടാകും, അത് മോണോട്ടോണിക് ആയിരിക്കും. ഇപ്പോൾ -1 റേസ് ടു n ഓസിലേറ്റിംഗ് ആണ്. അതിൻ്റെ ഈവൻ ടേംസ് എടുത്താൽ 1 1 1 1 വരും. അതൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. കോൺസ്റ്റൻറ്റ് സീക്വൻസ് മോണോട്ടോണിക് ആണ്. ഓഡ് ടേംസ് എടുത്താൽ -1 -1 -1 വരും. അത് മോണോട്ടോണിക് ആണ്. നോട്ട് ചെയ്യേണ്ടത് ഗിവൺ സീക്വൻസ് മോണോട്ടോണിക് അല്ല, പക്ഷേ സബ് സീക്വൻസസ് നമുക്ക് ചിലതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മോണോട്ടോണിക് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഇവിടെ മോണോട്ടോൺ സബ് സീക്വൻസ് തിയറത്തിൽ വരുന്നത്. That means if x equal to xn is a sequence, then it has at least one subsequence which is monotonic.
അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു ഐഡിയ ആണ് പീക്ക് എന്ന ഡെഫിനിഷൻ. ഒരു സീക്വൻസിലെ ഒരു ടേമിനെ പീക്ക് എന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടേമിനെ പീക്കാണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടേം ഇനി വരുന്ന എല്ലാ ടേമിനേക്കാളും വലുതായിരിക്കും. 10th ടേമിനെ പീക്കാണെന്ന് വിളിക്കണമെങ്കിൽ അത് ഇനി വരുന്ന എല്ലാ ടേമിനേക്കാളും വലുതായിരിക്കും. mth ടേമിനെ പീക്കാണെന്ന് പറയുകയാണെങ്കിൽ mth ടേം ഇനി വരുന്ന എല്ലാ ടേമിനേക്കാൾ വലുതായിരിക്കും. അതിനർത്ഥം എക്സം ഈസ് സെഡ് ടു ബി ദ പീക്ക് ഓഫ് ദ സീക്വൻസ് ക്യാപിറ്റൽ എക്സ് ഇഫ് എക്സം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. അതായത് ഇപ്പോൾ എം ഈക്വൽ ടു 10 ആണെങ്കിൽ x10 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ. എൻ പറഞ്ഞാൽ എന്നിൻ്റെ വില 11 ശേഷം വരുന്ന 11 അതിൽ കൂടുതലുള്ള ഏത് ടേമിൻ്റെയും വാല്യൂ x10 ചെറുതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സീക്വൻസ് എടുക്കുന്നു x ഈക്വൽ ടു 1 2 3 4 എക്സെട്ര. ആ സീക്വൻസിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ 1 പീക്കല്ല, കാരണം 1 ശേഷമുള്ള ഓരോ കാര്യമൊക്കെ വലുതാണ്. 1 ഈസ് നോട്ട് എ പീക്ക്, 2 ഈസ് നോട്ട് എ പീക്ക്, 3 ഈസ് നോട്ട് എ പീക്ക്, 4 ഈസ് നോട്ട് എ പീക്ക്. അപ്പോൾ ഈ സീക്വൻസിന് പീക്കില്ല. അപ്പോൾ ഒരു അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഈ സീക്വൻസിന് എന്ത് വരുന്നില്ല, പീക്ക് വരുന്നില്ല. അതിൻ്റെ റീസൺ ഉണ്ട്. ഈ സീക്വൻസ് സ്ട്രിക്ട്ലി മോണോട്ടോൺ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഒരു സീക്വൻസ് സ്ട്രിക്ട്ലി മോണോട്ടോൺ ഇൻക്രീസിങ് ആണെങ്കിൽ ഇറ്റ് ഹാസ് നോ പീക്ക്. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഒരു സീക്വൻസ് x ഈക്വൽ ടു 1 1/2 1/3 1/4 എക്സെട്ര. ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഒന്നാമത്തെ ടേം ബാക്കി എല്ലാവരെക്കാളും വലുതാണ്. രണ്ടാമത്തെ ടേം അതിന് ശേഷം വരുന്നവരെക്കാളൊക്കെ വലുതാണ്. അപ്പോൾ അതിനർത്ഥം ഇതിൽ എല്ലാ ടേമുകളും പീക്സ് ആയിരിക്കും. അപ്പോൾ അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് ഇഫ് എക്സ് ഈസ് മോണോട്ടോൺ ഡിക്രീസിങ്, സ്ട്രിക്ട്ലി ആവണം നിർബന്ധമില്ല, ഡിക്രീസിങ് ആണെങ്കിൽ ഓൾ ടേംസ് ആർ പീക്സ്. x ഈക്വൽ ടു -1/n. ഫസ്റ്റ് ടേം പീക്കാണോ? അല്ല, കാരണം -1 വലിയൊരു ടേം അടുത്ത ടേം അതിനേക്കാൾ വലുതാണ്. അടുത്ത ടേം മാത്രമല്ല, നാലാമത്തെ ടേം അതിനേക്കാൾ വലുതാണ്. അപ്പോൾ -1 ഈസ് നോട്ട് എ പീക്ക്. x2 രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 1 ബാക്കി എല്ലാവരെക്കാളും വലുതോ ഈക്വലോ ആണ്. അപ്പോൾ സെക്കൻഡ് ടേം ഈസ് എ പീക്ക്, ഫോർത്ത് ടേം ഈസ് എ പീക്ക്, സിക്സ്ത് ടേം ഈസ് എ പീക്ക്. അതായത് ഈവൻ ടേംസ് ആണ് പീക്ക് ആയിരിക്കും. ഇതിൽ ഓഡ് ടേംസ് ഒന്നും എന്തല്ല, പീക്കല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ ഈ സീക്വൻസിന് ഒരു മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടാവുമെന്ന് പ്രൂവ് ചെയ്യണം. പ്രൂഫിന് മുന്നോടിയായിട്ട് ആ ഒരു ഐഡിയ ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗിവൺ സീക്വൻസ് മോണോട്ടോൺ ഇൻക്രീസിങ് ആണെങ്കിൽ നത്തിങ് ടു പ്രൂവ്. കാരണം ഇഫ് എക്സ് ഈസ് മോണോട്ടോൺ ഇൻക്രീസിങ് ദെൻ എവറി സബ് സീക്വൻസ് ഈസ് മോണോട്ടോൺ ഇൻക്രീസിങ്. അതേ കാര്യം തന്നെയാണ് ഇഫ് എഫ് ഈസ് മോണോട്ടോൺ ഡിക്രീസിങ് ദെൻ നത്തിങ് ടു പ്രൂവ്, കാരണം എല്ലാ സബ് സീക്വൻസും മോണോട്ടോൺ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ അടുത്തൊരു ചോയ്സാണ് നൈദർ മോണോട്ടോൺ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്നുള്ളൊരു കേസ്. അതാണ് തേർഡ് കേസ്. അപ്പോൾ അതിനകത്ത് രണ്ട് പോസിബിലിറ്റിയാണ് അത്തരം ഒരു സീക്വൻസിന് വരിക. ഒന്നില്ലെങ്കിൽ അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും, അതായത് ചിലപ്പോൾ പീക്ക് ഇല്ലാതെ ഇരിക്കാമെന്നാണ് അതിനർത്ഥം, മേ ബി നോ പീക്ക്. അല്ലെങ്കിൽ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ രണ്ട് ചോയ്സും പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ കേസ് എക്സ് ഹാസ് ഫൈനൈറ്റ്ലി മെനി പീക്സ്, അത് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് മാത്രമേ ഉള്ളൂ. പീക്കുകളുടെ പേര് കൊടുത്തു. ആദ്യത്തെ പീക്കിൻ്റെ പേര് XM1, അത് x10 ആണ് വരിക. അടുത്ത XM2 അത് x100 ആയിരിക്കാം. XM3 അത് x1000 ആയിരിക്കാം. XMK അത് x1,00,000 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, XM1 എന്ന് പറയുന്നത് M1 വലിയ നമ്പറായിരിക്കും, M2 വലിയ നമ്പറായിരിക്കും, M3 എക്സെട്ര MK ആണ് ഇവിടുത്തെ വലിയ നമ്പർ. അപ്പോൾ XM1 പീക്കാന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ള എല്ലാ ടേമിനേക്കാളും അത് വലുതായിരിക്കും. അപ്പോൾ ഇവിടെ XM1 XM2 വലുതായിരിക്കും, XM2 XM3 വലുതായിരിക്കും എന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അവസാനത്തെ പീക്ക് x1,00,000 എന്നാണ് വിചാരിക്കുക, XMK. അപ്പോൾ x1,00,000 എന്ന് പറയുന്നത് ലാസ്റ്റ് പീക്കാണെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ടേം എന്തായിരിക്കില്ല, പീക്കായിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ MK എന്ന് പറയുന്നതാണ്, XMK ആണ് ലാസ്റ്റ് പീക്കെങ്കിൽ XMK + 1 എന്തായിരിക്കില്ല, പീക്കായിരിക്കില്ല. അതിന് ഞാൻ S1 എന്ന് പേര് കൊടുത്തു. ലെറ്റ് S1 = MK + 1 ദെൻ XS1 ഈസ് നോട്ട് എ പീക്ക്. കാരണം ലാസ്റ്റ് പീക്കിന് ശേഷമുള്ളത് പിന്നെ പീക്കില്ലല്ലോ, അതുകൊണ്ട് വർക്ക് ചെയ്യില്ല. ഇനി XS1 പീക്ക് അല്ലാത്തത് കൊണ്ട്, പീക്കാന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ള എല്ലാവരേക്കാളും വലുതായിരിക്കുന്ന, പീക്ക് അല്ലാത്തതുകൊണ്ട് അതിന് ശേഷമുള്ള ഏതോ ഒരു ടേം അതിനേക്കാൾ വലുതായിരിക്കും. അതായത് X1 വലുതാവുന്ന ഒരു ടേം ഉണ്ടാവും. ആ ടേമിന് XS2 എന്ന് കൊടുത്തു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ S2 എന്ന നമ്പർ S1 വലിയ നമ്പറായിരിക്കും. ഇനി XS2 പീക്കല്ല, XS2 പീക്കല്ലാത്തതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു ടേം ഉണ്ടാവും, അതാണ് XS3. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് S3 S2 വലുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ദിസ് പ്രോസസ് വി ഗെറ്റ് എ സബ്സീക്വൻസ് x' = XSR of X. അതിൻ്റെ പ്രത്യേകത, ഈ x' പ്രത്യേകത നോക്കിയേ, XS1 < XS2 < XS3 <, എക്സെട്ര.
അപ്പോൾ ഇൻക്രീസിങ് ആണ്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു മോണോട്ടോൺ സബ് സീക്വൻസ് ആണ് എക്സ് ഡാഷ്. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ആണ് ഗിവൺ സീക്വൻസിനുള്ളൂവെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സബ് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. പീക്കിനെ ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് പീക്കിന് ശേഷമുള്ള ടേം എടുത്താണ് പോകുന്നത്. ഇപ്പോൾ x10 ആണ് ലാസ്റ്റ് പീക്കെങ്കിൽ x11 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. x11 ഒരു ടേം എടുക്കും. അടുത്ത ടേം എടുക്കാൻ ആ ടേം പീക്ക് അല്ലാത്തതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു ടേം പിന്നീട് എപ്പോഴോ വരും. അത് x20 മറ്റോ ആയിരിക്കാം. അപ്പോൾ x20 അടുത്ത ടേം എടുക്കും. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി എക്സിന് ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സേ xm1, xm2, xm3 എക്സെട്ര. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് xm1 ആരേക്കാൾ വലുതായിരിക്കും? xm2 വലുതായിരിക്കും. xm2 ആരേക്കാൾ വലുതായിരിക്കും? xm3 വലുതായിരിക്കും. കൂടാതെ m1 m2 എക്സെട്ര ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം x" xmk എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് xm1 xm2 എക്സെട്രയാണ്. സ്ട്രിക്ട്ലി അല്ലെങ്കിൽ ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ x" ഈസ് എ ഡിക്രീസിങ് സീക്വൻസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സബ് സീക്വൻസ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഗിവൺ സീക്വൻസിൻ്റെ ഒരു ഡിക്രീസിങ് സബ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനൈറ്റ്ലി മെനി പീക്സ് ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സബ് സീക്വൻസ് കിട്ടുന്നു. ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ആണുള്ളതെങ്കിൽ പീക്കുകളെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു ഡിക്രീസിങ് സബ് സീക്വൻസ് കിട്ടും. എനിവേ യു ഗോട്ട് വാട്ട്? എ മോണോട്ടോൺ സബ് സീക്വൻസ് ഓഫ് എക്സ്. നോട്ട് ദാറ്റ് എക്സ് മേ ഓർ മേ നോട്ട് ബി മോണോട്ടോണിക്. ഗിവൺ സീക്വൻസ് മോണോട്ടോണിക് ആവണം എന്ന് നിർബന്ധമില്ല. ഇനി വളരെ പ്രസിദ്ധമായ ഒരു തിയറം കൂടി പറയാം. ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം എന്ന് പറയുന്ന തിയറം. ഈ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പറയുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറവും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ ഇറ്റ് ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ്. ഇഫ് x=xn ഈസ് ബൗണ്ടഡ് ദെൻ ഇറ്റ് ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ്. ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം. അല്ലെങ്കിൽ എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ്, അല്ലെങ്കിൽ എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ്. പല രീതിയിൽ ചോദിച്ചേക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു x=xn ബൗണ്ടഡ് ആണ്. സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ എല്ലാ സബ് സീക്വൻസും ബൗണ്ടഡ് ആകും നമുക്കറിയാം. ഇനി തൊട്ട് മുന്നിൽ തിയറം മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം പ്രകാരം x=xn മോണോട്ടോൺ ആയാലും അല്ലെങ്കിലും അതിൻ്റെ ഒരു സബ് സീക്വൻസ് മോണോട്ടോണിക് ഉണ്ടാവും. ദർ വിൽ ബി എ സബ് സീക്വൻസ് ഓഫ് എക്സ് വിച്ച് ഈസ് മോണോട്ടോണിക്. അതിൻ്റെ പേര് x' എന്ന പേര് കൊടുത്തു. അപ്പോൾ x'=xnk എന്ന് പറയുന്നത് എ മോണോട്ടോൺ സബ് സീക്വൻസ് ഓഫ് എക്സ് ആണ്. ഇനി എക്സ് ബൗണ്ടഡ് ആണ്, ഹോൾ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ സബ് സീക്വൻസ് മസ്റ്റ് ബി ബൗണ്ടഡ്. സോ x' മസ്റ്റ് ബി ബൗണ്ടഡ്. അപ്പോൾ x' ബൗണ്ടഡുമാണ് മോണോട്ടോണിക്കുമാണ്. ബൗണ്ടഡ് ആൻഡ് മോണോട്ടോണിക് ആണെങ്കിൽ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം ഈ x' എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. സോ ഇറ്റ് കൺവേർജസ് ടു സം പോയിൻറ്റ് x. സോ യു ഗോട്ട് എ സബ് സീക്വൻസ് ഓഫ് എക്സ് വിച്ച് ഈസ് കൺവേർജൻറ്റ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു തിയറമാണ്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് തിയറമാണ് x=xn ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ സബ് സീക്വൻസുകളും സ്മോൾ എക്സ് എന്ന പോയിന്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഗിവൺ സീക്വൻസ് ക്യാപിറ്റൽ എക്സ് തന്നെ എവിടേക്ക് കൺവേർട്ട്? ക്യാപിറ്റൽ x=xn കൺവേർജ് ടു എക്സ് ആയിരിക്കും. അത് എല്ലാ മക്കളും ഒരേ പോയിന്റിലേക്കാണ് പോകുന്നതെങ്കിൽ അച്ഛനും അതിലേക്ക് തന്നെ പോകുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എവരി സബ് സീക്വൻസ് കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ് ദെൻ ദ സീക്വൻസ് ഇറ്റ് സെൽഫ് കൺവേർജസ് ടു ദാറ്റ് ലിമിറ്റ്. ദാറ്റ് ഈസ് ദ തിയറം. പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് ആണ്. x=xn is a bounded sequence such that every subsequence converges to a same point x, then the sequence itself converges to that point. ഇപ്പോൾ നമ്മൾ അത് സപ്പോസ് ചെയ്തു x=xn is a bounded sequence of real numbers and is bounded by the positive number m greater than 0 എന്ന്. Okay, and also suppose what? Every subsequence converges to a fixed point small x. Our aim is given sequence തന്നെ എക്സിലേക്ക് പോകുമെന്ന് പറയണം. കോൺട്ര അസ്യൂം ചെയ്യുക xn does not tends to x. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേ ഒരു തിയറത്തിൽ കണ്ടീഷൻ 1ഉം 3ഉം സാർ പറഞ്ഞിരുന്നു. അതിലെ ആ കണ്ടീഷനിൽ പറയുന്നത് നോക്കൂ, തേർഡ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത് xn എക്സിലേക്ക് പോകുന്നില്ലെങ്കിൽ ക്യാപിറ്റൽ എക്സിൻ്റെ ഒരു സബ് സീക്വൻസ് ആയിട്ടുള്ള x'=xnk എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? mod xnk - x > ε0 ഫോർ ഓൾ k element of n. അത്തരത്തിലുള്ളൊരു എപ്സിലോൺ നോട്ട് ഉണ്ടാകുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആ തേർഡ് കണ്ടീഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ തേർഡ് കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദർ എക്സിസ്റ്റ് കണ്ടീഷൻ 3 ഓഫ് ദാറ്റ് തിയറം നമ്പർ ഉണ്ടാവും. ഓക്കെ, ഡൈവേർജൻ ക്രൈറ്റീരിയ തൊട്ട് മുന്നുള്ള തിയറാണ്.
there exists epsilon naught greater than 0 and for every k element of n there is a subsequence x dash equal to x and k such that mod x and k minus x greater than or equal to epsilon. സാധാരണ കൺവേർജൻ ആണെങ്കിൽ ലെസ് താൻ കിട്ടുക, ഇവിടെ ഗ്രേറ്റർ ആർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ എവരി കെ എലമെൻറ്റ് ഓഫ് എൻ. ഇക്വേഷൻ 1 നോക്കൂ, എക്സ് ഡാഷ് ബൗണ്ടഡ് ആണ്, കാരണം എക്സ് ബൗണ്ടഡ് ആയതുകൊണ്ട് എക്സ് ഡാഷും എന്ത് തന്നെയായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സ് ഡാഷ് ബൗണ്ടഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എക്സ് ഡാഷ് ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ ബോൾസാനോ-വെയ്സ്റ്റോസ് തിയറം പ്രകാരം എക്സ് ഡാഷിൻ്റെ ഒരു സബ് സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കും. ആ സബ് സീക്വൻസിന് എക്സ് ഡബിൾ ഡാഷ് എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു സബ് സീക്വൻസും എക്സും തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ടെൻഡ് ചെയ്യണില്ല, എക്സ് ആൻഡ് കെ ഡസ് നോട്ട് ടെൻഡ്സ് ടു എക്സ് എന്നർത്ഥം. പക്ഷേ ക്യാപിറ്റൽ എക്സ് ഡാഷ് എന്ന് പറയുന്ന ആൾ ബൗണ്ടഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എക്സ് ബൗണ്ടഡ് ആകുമ്പോൾ എല്ലാ സബ്സീക്വൻസും ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ എക്സ് ഡാഷ് ബൗണ്ടഡ് ആയിരിക്കും. ദെൻ ബൈ ബോൾസാനോ-വെയ്സ്റ്റോസ് തിയറം പ്രകാരം ബൗണ്ടഡ് സീക്വൻസിനൊക്കെ കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടാവും. സോ എക്സ് ഡാഷ് ഹാസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ്, വി നെയിം ഇറ്റ് ഈസ് എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു എക്സ് എൻ എന്ന് എഴുതി, എം എന്ന് എഴുതി, ആർ. അപ്പോൾ എന്നിൻ്റെ സഫിക്സിൽ എം, എമ്മിൻ്റെ സഫിക്സിൽ ആറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പക്ഷേ എക്സ് ഡബിൾ ഡാഷ് ഇറ്റ് സെൽഫ് ആരുടെ സബ്സീക്വൻസ് കൂടിയായിരിക്കും, ക്യാപിറ്റൽ എക്സിൻ്റെ സബ്സീക്വൻസ് ആയിരിക്കും. അത് കൺവേർജ് ചെയ്യുന്നുണ്ട്. എവിടേക്ക് കൺവേർജ് ചെയ്യുക, സ്മോൾ എക്സിലേക്ക്. എന്നാണ് അതിൻ്റെ കണ്ടീഷൻ എന്താണ്, മോഡ് എക്സ് എൻ എം ആർ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ഫോർ എവരി എം ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ നോട്ട് ആയിരിക്കും അല്ലേ. ആ ഡെഫിനിഷൻ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പ്രകാരം കൺവേർജൻസ്. പക്ഷേ ഇക്വേഷൻ 1 കോൺട്രഡിക്ഷൻ അല്ലേ, കാരണം ഈ എക്സ് എൻ കെ എന്ന് പറയുന്ന ടേമുകളിൽ വരുന്നവർ തന്നെയാണ് എക്സ് എൻ എം ആറും. കാരണം എക്സ് ഡബിൾ ഡാഷ് ആരുടെ സബ് സീക്വൻസ് ആണ്, എക്സ് ഡാഷിൻ്റെ. എക്സ് ഡാഷിലെ ടേംസ് ആണ് ഈ 1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത്. അപ്പോൾ എക്സ് ഡാഷിലെ എല്ലാ ടേമും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എക്സ് ഡബിൾ ഡാഷിലെ ടേംസും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഇവിടെ കിട്ടിയത് ആ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ നോട്ടെന്ന് കിട്ടിയത് താഴെ, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു 1 ആണ്. ആ 1 കോൺട്രഡിക്ഷൻ വരുന്നതുകൊണ്ട് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു എക്സിന് കോൺട്രഡിക്ഷനാണ്. അതിനർത്ഥം എക്സ് എൻ എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.